നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. മനുഷ്യനെ കൂടുതൽ സംസ്കൃതനാക്കുന്നതിനാണ് ആചരണങ്ങൾ. ധർമാചരണത്തിലൂടെ അന്ധകരണ ശുദ്ധി സമ്പാദിച്ചവരിലാണ് ആത്മജ്ഞാനം ഉദിക്കുന്നത്. അതിനാൽ ജ്ഞാനപ്രാപ്തിക്കായി ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും ശ്രുതിസ്മൃതികളിൽ നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കർത്തവ്യകർമ്മങ്ങളെ ചെയ്ത് അന്ധകരണ ശുദ്ധി പൂർണ്ണമായവരിലാണ് പരിശുദ്ധമായ ജ്ഞാനം പ്രകാശിക്കുന്നത്. അതിനാൽ ധാർമ്മികമായ ആചരണം ഓരോരുത്തരും ചെയ്യുക തന്നെ വേണം. മാത്രവുമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നത് ധർമ്മമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ എല്ലാം വ്യക്തിജീവിതത്തിലെ ആചരണങ്ങൾ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് പൂരകമായി തീരുന്നതാണ് ധാർമ്മിക ജീവിതം. ഇങ്ങനെ എല്ലാവരും കഴിയുമ്പോഴാണ് ഈ കാണുന്ന ജഗത് നിലനിൽക്കുന്നത്. അതിനാൽ ജഗത്തിൻ്റെ നിലനിൽപ്പിന് ഓരോ വ്യക്തിയും ധാർമ്മികമായ ആചരണം ചെയ്യണം. അതിനുവേണ്ടിയാണ് ഗുരുക്കന്മാർ ശിഷ്യർക്ക് ധാർമ്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാത്മ പ്രമദ എന്ന ഉപദേശം നൽകിയിരിക്കുന്നത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഏതേതു വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത്, ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്, അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ. ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിന് കൊടുക്കുകയുള്ളൂ. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. പ്രചരത്യഭിത പ്രഗൽഭവൃത്യാ മദവാനേശമന കരീഗരീയാൻ പരിഗൃഹ്യ നയേന ഭക്തിരജ്വാ പരമസ്ഥാണുപദം ദൃഢം നയാമും. പ്രചരത്യഭിത പ്രഗൽഭവൃത്യാ മദവാനേശമന കരീഗരീയാൻ പരിഗൃഹ്യ നയേന ഭക്തിരജ്വാ പരമസ്ഥാണുപദം ദൃഢം നയാമും. സന്ധ്യാദീപം. തുടർന്ന് ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 96-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ തൻ്റെ മനസ്സാകുന്ന മതയാനയെ വേഗം തന്നെ ബന്ധിക്കണേ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്.
എങ്ങനെയൊക്കെയാണ് ബന്ധിക്കേണ്ടത്? ധൈര്യാങ്കുശേന, ധൈര്യമാകുന്ന അങ്കുശം കൊണ്ട്. ധൈര്യം മനോനിയന്ത്രണമാണ്. ധൈര്യം ഏകാഗ്രതമമായ വൃത്തിയെ നേടലാണ്. ധൈര്യം ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കലാണ്. അങ്ങനെയുള്ള അങ്കുശം കൊണ്ട് തോട്ടികൊണ്ട് നിഭൃതമാക്കി നിശേഷേണ നിയന്ത്രണത്തിൽ വരുത്തി രഭസാദാകൃഷ്യ, ബലപൂർവകം അഥവാ വേഗത്തിൽ ആകർഷിച്ച് ഭക്തിയാകുന്ന ശൃംഖല കൊണ്ട്, ശൃംഖല ചങ്ങല, ശക്തിയുള്ള ചങ്ങല, അത് ഭക്തിയുടെ ചങ്ങലയാണ്. ഭക്തിയുടെ ചങ്ങല കൊണ്ട് മാത്രമേ മനസ്സാകുന്ന മതയാനയെ ബന്ധിക്കാൻ കഴിയൂ. വേറൊരു ഉപായമില്ല. അപ്പോൾ മനസ്സാകുന്ന മതയാനയെ ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് ബന്ധിക്കണമേ. അങ്ങനെ ബന്ധിക്കണമെങ്കിൽ ആദ്യം അതിനെ ഒന്ന് പിടിച്ച് കെട്ടണം. അതിന് ധൈര്യമാകുന്ന അങ്കുശം കൊണ്ട്, തോട്ടി കൊണ്ട് ആകർഷിച്ച്, ഹേ പുരഹര, പുരാസുരന്മാരെ ഹരിച്ചവനെ, ത്രിപുരാസുരന്മാരെ ഹരിച്ചവൻ പുരഹരൻ. ഹേ പുരഹര, ചരണമാകുന്ന അലാനം, അലാനം കുറ്റിയാണ്. ശക്തമായ, ആനയെ തളയ്ക്കാൻ ശക്തമായ കുറ്റി, അതിനാണ് അലാനം അല്ലെങ്കിൽ അളാനം എന്ന് പറയുന്നത്. അപ്പോൾ ചരണമാണ് അവിടെ. ചരണം കാല്. ഭഗവാന്റെ പാദങ്ങളാണ് ഈ മതയാനയെ തളയ്ക്കാനുള്ള കുറ്റി. ഭഗവത് പാദങ്ങളിലേ മതയാനയെ തളയ്ക്കാൻ പറ്റുമോ? മനസ്സാകുന്ന മതയാനയെ. അതിനുള്ള ഉപാധിയാണ് ഭക്തിയാകുന്ന ചങ്ങല. അപ്പോൾ ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് ഭഗവത് പാദമാകുന്ന കുറ്റിയിൽ ആരെ തളയ്ക്കണം? ഹൃദയമദേഭം, ഹൃദയമാകുന്ന മനസ്സാകുന്ന മദേഭത്തെ. ഇഭം ആന, മതയാനയെ. ബധാന, ബന്ധിച്ചാലും. എങ്ങനെ വേണം ബന്ധിക്കേണ്ടത്? ചിദ്യന്ത്രൈഹി, ചിദ്യന്ത്രങ്ങളെ കൊണ്ട്. ഇങ്ങനെയുള്ള ചങ്ങലയിൽ ആനയെ കെട്ടണമെങ്കിൽ കെട്ടാനുള്ള യന്ത്ര സംവിധാനം വേണം. മതയാനയെ വെറുതെ അങ്ങോട്ട് പോയി കെട്ടാൻ പറ്റില്ല. അതിനുള്ള യന്ത്രങ്ങൾ വേണം. അപ്പോൾ ഇവിടെ യന്ത്രമായി കൽപ്പിച്ചിട്ടുള്ളത് ചിത്തിനെയാണ്, ജ്ഞാനം. അപ്പോൾ ജ്ഞാനമാകുന്ന യന്ത്രം, ഈശ്വരജ്ഞാനം, പരമേശ്വര ജ്ഞാനമാകുന്ന യന്ത്രം, അങ്ങനെയുള്ള യന്ത്രങ്ങളെ കൊണ്ട് വേണം കെട്ടാൻ. അപ്പോൾ അവിടെ സംബോധന ചെയ്യുന്നത് ഹേ പുരഹര, അല്ലയോ പുരഹര, പുരങ്ങളെ ഹരിച്ചവനായ, അത്യന്ത പ്രബലന്മാരായ, സർവ്വലോകത്തെയും നശിപ്പിക്കാൻ സമർത്ഥന്മാരായ ത്രിപുരാസുരന്മാരെ നീ ഹരിച്ചില്ലേ? അങ്ങനെയുള്ള നിനക്കിത് വളരെ എളുപ്പമാണ്. എൻ്റെ മനസ്സാകുന്ന മതയാനയെ ബന്ധിക്കൽ ത്രിപുരാരിയെ സംബന്ധിച്ച് വളരെ അനായാസേനം സാധിക്കും. അതിനാണ് പ്രാർത്ഥിക്കുന്നത്. ധൈര്യമാകുന്ന അങ്കുശം കൊണ്ട് പെട്ടെന്ന് തന്നെ ആകർഷിച്ച് ഭക്തിയാകുന്ന ശൃംഖല കൊണ്ട് നിഭൃതമാക്കി തീർത്ത് ചരണങ്ങൾ, ഭഗവത് ചരണങ്ങളാകുന്ന അലാനത്തിൽ ചിദ്യന്ത്രങ്ങളെ കൊണ്ട് മനസ്സാകുന്ന മദേഭത്തെ, മതയാനയെ ബന്ധിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് എന്നാണെങ്കിൽ ഈ മനസ്സാകുന്ന മതയാന അങ്ങും ഇങ്ങും വിഹരിക്കുകയാണെന്നാണ് അടുത്ത ശ്ലോകം പറയുന്നത്. നോക്കൂ. പ്രചരത്യഭിത പ്രഗൽഭവൃത്യ മദവാനേഷ മനഃകരീകരീയാൻ പരിഗൃഹ്യ നയേന ഭക്തിരജ്വാ പരമസ്ഥാണുപദം ദൃഢം നയാമും. ഏഷഃ മദവാൻ മനഃകരീ. എങ്ങനെയുള്ളവനാണ്? ഗരീയാൻ. ഈ മനസ്സാകുന്ന കരി, കരി ഗജം, ഇഭം ആന, എല്ലാം പര്യായങ്ങൾ തന്നെ. അപ്പം മനസ്സാകുന്ന കരി, മനസ്സാകുന്ന ആന
ഏഷഹ ഈ ആന, ഈ മനസ്സ് എങ്ങനെയുള്ളതാണ്? മതവാൻ, മതം പിടിച്ചവനാണ്, മതം പൊട്ടിയവനാണ്. അങ്ങനെ മതം പൊട്ടിയ ഈ ആന സ്വതവേ തന്നെ ഗരീയാൻ, വലിയ ആനയാണ്, ബലശാലിയാണ്. ഒരു ചെറിയതാണെങ്കിൽ അത്ര നിയന്ത്രിക്കാൻ പ്രയാസമില്ല. ഇത് ഗരീയാൻ, വളരെ വലിയ ആനയാണ്. അങ്ങനെയുള്ള വലിയ മനസ്സാകുന്ന ആനയ്ക്ക് മതം പൊട്ടിയിരിക്കുകയാണ്. പ്രഗത്ഭവൃത്തിയോടുകൂടി മറ്റൊരാൾക്ക് നിരോധിക്കാൻ, നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പ്രഗത്ഭമായ ഭാവത്തോടുകൂടി പ്രചരത്യഭിതഃ, അഭിതഃ അങ്ങുമിങ്ങും എല്ലാ പ്രകാരത്തിലും പ്രചരതി അലയുകയാണ്. അപ്പം മതം പൊട്ടി ആന അലയുമ്പോൾ അത് അനേക അനർത്ഥങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. പോരെങ്കിൽ അത് പ്രഗത്ഭവൃത്തിയാണ്, പോരെങ്കിൽ ഗരീയാൻ, വലിയ ആനയാണ്. അങ്ങനെയുള്ള ഈ മതയാന അതിപ്രഗത്ഭവൃത്തിയോടുകൂടി അങ്ങുമിങ്ങും അലയുന്നു. ഇപ്പം എന്ത് വേണം? പരിഗൃഹ്യ നയേന, നയേന പരിഗൃഹ്യ, വളരെ നയത്തോടുകൂടി അതിനെ പരിഗ്രഹിക്കണം, അതിനെ പിടിക്കണം. ബലപൂർവകം പിടിക്കാൻ കഴിയില്ല, കാരണം പ്രബലനായ മതയാനയാണ്. ഉപായങ്ങളെ കൊണ്ടേ പിടിക്കാനാവും. ഇപ്പോൾ ശാസ്ത്രീയങ്ങളായ ഉപായങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ മതയാനയെ പിടിക്കണം. എന്നിട്ട് പറയാണ് ഭക്തിരജ്വ, ഭക്തിയാകുന്ന കയറുകൊണ്ട്, വടം കൊണ്ട് പരമസ്ഥാണുപദത്തിൽ, പരമസ്ഥാണുവിൻ്റെ പദത്തിൽ അല്ലെങ്കിൽ സ്ഥാണുവാകുന്ന പദത്തിൽ ദൃഢം നയ, ദൃഢമായി നയിച്ചാലും അമും ഇവനെ. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ ശ്ലോകം വിചാരം ചെയ്യാം. അടുത്ത പ്രാവശ്യം ആവട്ടെ. സന്ധ്യാദീപം അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭക്തദാസിയായ ഭുവനേശ്വരി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കുടികൊള്ളുന്ന മുക്തി സങ്കേതമാണ് കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലാണ് കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴി ഇപ്രകാരമാണ്. ആലപ്പുഴ മുഹമ്മ റോഡിൽ ആലപ്പുഴ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. കേരളത്തിലെ അതിപുരാതനവും അതിപ്രശസ്തവുമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് വിശ്വസിക്കപ്പെടുന്ന കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന് മഹത്തും ബൃഹത്തുമായ ഒരു ചരിത്രമാണുള്ളത്. കൊല്ലവർഷം 910 അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അമ്പലപ്പുഴ രാജ്യം പിടിച്ചടക്കുകയുണ്ടായി. ശേഷം കൊച്ചിയെ ലക്ഷ്യമാക്കി തന്റെ സൈന്യത്തെ വിന്യസിച്ച മാർത്താണ്ഡവർമ്മയുടെ പടയാളികൾ അമ്പലപ്പുഴയ്ക്ക് കുറച്ച് വടക്കുവശത്തായാണ് താവളമടിച്ചിരുന്നത്. ഒരു വലിയ കിടങ്ങും അതിന് വടക്കുള്ള ഭാഗം കുറ്റിക്കാടും മുൾപടർപ്പും നിറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഈ പ്രദേശം. തങ്ങളുടെ നിത്യ ഉപയോഗത്തിനും മറ്റും സൈനികർ ഈ പ്രദേശമാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. അതിന് പ്രകാരം ക്ഷേത്രം പണിയുന്നതിനായി തിരുവിതാംകൂർ സർക്കാർ ദർഖാസ് വിളിക്കുകയുണ്ടായി. തൈവേലിക്കകത്ത് അരയൻ കാര്യവശാൽ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഈ ദർഖാസ് കാണുകയും ക്ഷേത്രം പണിയിൽ താല്പര്യം തോന്നിയ അദ്ദേഹം ക്ഷേത്രം പണിയുന്നതിനുള്ള അനുവാദം തിരുവിതാംകൂർ സർക്കാരിൽ നിന്നും നേടിയെടുക്കുകയും ചെയ്തു. അക്കാലത്ത് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് എന്നൊന്ന് ഇല്ലായിരുന്നതിനാൽ പണി പൂർത്തിയായ ക്ഷേത്രം ആരെ ഏൽപ്പിക്കണം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ സ്ഥലത്തെ പ്രമുഖരായിരുന്ന വെള്ളാള പിള്ളമാരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കവേ ഈ
ക്ഷേത്രത്തിന്റെ പൂർവ്വ അവകാശികളെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ലഭിക്കുകയും ചെയ്തു. കൊല്ലവർഷം 1-ാം നൂറ്റാണ്ടിൽ കുറെ നമ്പൂതിരിമാർ ഊരു ചുറ്റി ഈ പ്രദേശത്ത് എത്തിച്ചേരുകയുണ്ടായി. ഇവിടം അന്ന് വൻമരങ്ങൾ നിറഞ്ഞ വനപ്രദേശമായിരുന്നു. നമ്പൂതിരിമാർ കുറെ കാലം ഇവിടെ താമസിച്ച് അവരുടെ പരദേവതയെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നു. വളരെ കാലത്തെ താമസത്തിനിടയിൽ കാര്യാന്തരങ്ങളാൽ അവർ അന്യനാടുകളിൽ എത്തപ്പെട്ടു. അവശേഷിച്ച ഒരു ബ്രാഹ്മണൻ ഇവിടെ തന്നെ പരദേവതാ പൂജകൾ നടത്തി ദേവീ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കുകയുണ്ടായി. പിന്നീട് ഏതാണ്ട് 600 വർഷക്കാലം ഈ പ്രദേശം അനാഥമായി കിടക്കുകയുണ്ടായി. കൊല്ലവർഷം 910 ഭാണ്ഡസന്യാസിയുടെ ബന്ധുക്കളും ആരും തന്നെ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ സർവാധികാരിക്കാർ അദ്ദേഹം ജനിച്ച സമുദായത്തിലെ പ്രമാണിക്ക് ഈ ക്ഷേത്രവും ചുറ്റുവട്ടത്തുള്ള പ്രദേശവും ഈഴക്കാവ് മുക്കാൽവട്ടം എന്ന പേരിൽ കരമൊഴിവായി നൽകുകയുണ്ടായി. ഇതിനുശേഷം ദീർഘകാലം ഭരണം നടത്തിപ്പോന്ന മാടമ്പിമാർ വസ്തുവകകളിൽ ഭൂരിഭാഗവും അന്യാധീനപ്പെടുത്തുകയും കടപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ കൊല്ലവർഷം 1697-ാം ആണ്ടിൽ ക്ഷേത്ര ഭരണത്തിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഈ കാലയളവിൽ ബഹുജന സഹകരണത്തോടുകൂടി പല നല്ല കാര്യങ്ങളും നടപ്പിലാക്കുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ അന്യാധീനത്തിലായിരുന്ന സ്വത്തുക്കൾ വീണ്ടെടുക്കുകയുണ്ടായി. അങ്ങനെ ക്ഷേത്രം വീണ്ടും അതിന്റെ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരികയുണ്ടായി. ദേവപ്രശ്നപ്രകാരം കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഭുവനേശ്വരി ദേവിക്കൊപ്പം ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് കണ്ട് ഭദ്രകാളിയുടെ ഒരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഭദ്രകാളി എന്നത് ഒരു ദ്രാവിഡ ദേവത എന്നാണ് സങ്കല്പം. ശക്തി സ്വരൂപിണിയായ ഈ ദേവിക്ക് ശാന്തവും ഭയാനകവുമായ 2 ഭാവങ്ങളാണുള്ളത്. അവയിൽ ആദ്യത്തേത് പാർവതിയും രണ്ടാമത്തേത് ഭദ്രകാളിയുമാണ്. ഒരിക്കൽ ദക്ഷകൻ ശിവനെ അവഗണിച്ച് ഒരു യാഗം നടത്തുകയുണ്ടായി. അവിടെ ദക്ഷപുത്രിയും ശിവന്റെ പത്നിയുമായ സതി വിളിക്കാതെ തന്നെ സന്നിഹിതയായി. ദക്ഷനാകട്ടെ തന്റെ പുത്രി എന്ന ചിന്ത പോലുമില്ലാതെ സതിയെ യാഗശാലയിൽ നിന്നും ഇറക്കി വിട്ടു. ചിന്താപരവശയായ സതി അവിടെ വെച്ച് തന്നെ യാഗാഗ്നിയിൽ ആത്മശരീരം ആഹുതി ചെയ്തു. ഇതറിയുവാനിടയായ ശിവൻ തന്റെ ജട പറിച്ച് ദേഷ്യത്തോടുകൂടി നിലത്തടിക്കുകയും അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ഉണ്ടാകുകയും ചെയ്തു. ശിവന്റെ നിയോഗമനുസരിച്ച് അവർ ദക്ഷന്റെ യാഗം മുടക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്തു. ഭദ്രകാളി അന്നു മുതൽ ലോകാനുഗ്രഹത്തിനായി ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ ആകമാനം ചക്രം കൊണ്ട് നശിപ്പിച്ചുവെങ്കിലും 4 അസുര സ്ത്രീകൾ ഭർത്താക്കന്മാരോടുകൂടി പാതാളത്തിൽ പോയി ഒളിച്ചു താമസിച്ചു. യുദ്ധാവസാനത്തിൽ ലോകം ശാന്തമായപ്പോൾ അവരിൽ 2 പേർ ബ്രഹ്മാവിനെ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തി ദേവകളെ നശിപ്പിക്കത്തക്ക ശക്തിയുള്ള വരവും വാങ്ങി തിരിച്ചു. കാലാന്തരത്തിൽ അവർക്കുണ്ടായ സന്താനങ്ങളാണ് ദാരുകനും ദാനവനും. മാതാക്കന്മാരുടെ ഉപദേശത്തോടുകൂടി ഗോകർണത്തിൽ പോയി തപസ് ചെയ്ത് ദാരുകൻ സ്ത്രീകളിൽ നിന്നല്ലാതെ മരണം സംഭവിക്കുകയില്ല എന്ന വരവും നേടി ആയുധങ്ങളും മറ്റും ബ്രഹ്മാവിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് 3 ലോകങ്ങളെയും പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഭയവിഹ്വലരായ ദേവന്മാർ ദാരുക ദാനവന്മാരുടെ ഉപദ്രവം ശിവനെ അറിയിച്ചു. കോപാകുലനായ ശിവന്റെ 3-ാം കണ്ണിൽ നിന്നും ഭദ്രകാളി ഉണ്ടായി. അവളോട് ദാരുകനെ കൊന്ന് തലയും കൊണ്ടുവരാൻ ശിവൻ ആജ്ഞാപിച്ചു. അതിനായി ആയുധങ്ങളും നൽകി. കാളി വേതാളത്തിന്റെ പുറത്തു കയറി ചെന്ന് യുദ്ധത്തിൽ ദാരുകനെ വധിക്കുകയും തല വെട്ടി എടുത്തുകൊണ്ടു പോരുകയും ചെയ്തു.
ദാരികന്റെ തലയുമായി കൈലാസത്തിലെത്തിയ ഭദ്രകാളിയോട് ദാരികന്റെ തല നിന്റെ കൈവശം തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്നും ഇനി നീ മനുഷ്യലോകത്തിൽ ചെന്നിരുന്ന് അവർ നിനക്ക് വേണ്ടതെല്ലാം തരുമെന്നും അവർക്ക് ദുർദേവ പീഡകൾ ഒഴിച്ച് പരിപാലനം നൽകിക്കൊണ്ടിരിക്കുവാനും പരമശിവൻ ഉപദേശിച്ച് അനുഗ്രഹിച്ചയച്ചു. ആ ഭദ്രകാളിയെയാണ് ഇന്ന് ജനത ആരാധിക്കുന്നത്. ശിഷ്ട സംരക്ഷണവും ദുഷ്ട സംഹാരവും ഒരുപോലെ നിർവഹിക്കുന്ന ദേവിയായി ഭദ്രകാളിയെ പുരാണങ്ങളും ഐതിഹ്യങ്ങളും ചിത്രീകരിക്കുന്നു. പരമശിവന്റെ വാമാർത്ഥമായ പാർവതിയുടെ രൂപാന്തരമായി ഭദ്രകാളി പൊതുവെ കരുതപ്പെടുന്നു. കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിത്യേന 5 നേരം പൂജയും 3 ശീവേലിയുമാണ്. പുതുമന ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം. ഭദ്രകാളിക്കും നിത്യേന 5 പൂജാക്രമങ്ങളാണ്. നിത്യേനയുള്ള പൂജാകാര്യങ്ങൾക്ക് പുറമെ വൈദിക വിധിപ്രകാരമുള്ള എല്ലാവിധ വഴിപാടുകളും തുടർന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. മഹാശനീശ്വര പൂജ, മംഗല്യപൂജ, നവഗ്രഹ പൂജ, ഗുരുപൂജ തുടങ്ങിയവ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. പ്രധാന ദേവതയായ ഭുവനേശ്വരി ദേവിക്ക് പുറമെ ഉപദേവന്മാരായി നാലമ്പലത്തിനുള്ളിൽ ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ബാലകൃഷ്ണൻ എന്നീ ദേവന്മാരുടെയും കൂടാതെ നവഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പുറത്ത് ശിവൻ, കൊടുങ്കാളി, വീരഭദ്രൻ, ബ്രഹ്മരക്ഷസ്, ശാക്തേയ പൂജക്കാരനായ ഭാണ്ഡസന്യാസി എന്നിവരുടെ പീഠങ്ങളും ഇവിടെയുണ്ട്. പ്രധാനമായും 3 മഹോത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. എല്ലാ വർഷവും നവംബർ 17 മുതൽ ഡിസംബർ 27 വരെയുള്ള മണ്ഡല മഹോത്സവ കാലത്ത് ഡിസംബർ 20-ന് തൃക്കൊടിയേറ്റോടെ ആരംഭിക്കുന്ന കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവം ഡിസംബർ 27-ാം തീയതി തൃക്കൊടി ഇറങ്ങുന്നതോടെ സമാപിക്കുന്നു. എല്ലാ വർഷവും മേടം 9-ാം തീയതി തുടങ്ങി 17-ാം തീയതി പൂർണ്ണമാകുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് കൊടിയേറ്റ് മഹോത്സവം കൂടാതെയുള്ള മറ്റൊരു വിശേഷ അവസരം. എന്നവണ്ണം ആറാട്ട് ദിനം ആലപ്പുഴ തൊണ്ടൻകുളങ്ങര ക്ഷേത്രകുളത്തിൽ ദേവി നീരാടി ദീപാലങ്കാരങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. നവരാത്രി കാലത്തും അതിഗംഭീരമായ രീതിയിൽ ഇവിടെ ഉത്സവം കൊണ്ടാടി വരുന്നു. ഇവ കൂടാതെ ശ്രീ ഭദ്രകാളി നടയിൽ കളമെഴുത്തും പാട്ടും, പൊങ്കാല മഹോത്സവം, കുംഭകുട വഴിപാട്, അഖണ്ഡ നാമജപം എന്നിവയും നടന്നുവരുന്നു. ഇതിൽ കുംഭകുട വഴിപാട് വളരെ പ്രധാനമാണ്. അഭീഷ്ടവര പ്രദായിനിയായ ശ്രീ ഭദ്രകാളിയുടെയും കാലദോഷ ദുരിത നിവാരണത്തിന് പ്രപഞ്ച നിലനിൽപ്പിന് ആധാരമായ നവഗ്രഹങ്ങളുടെയും മുൻപിൽ സർവവും മറന്ന് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തജ
ഉല്ലസിക്കുകയാണ് കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം.